ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ക്രിമിനൽ റോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ ഇന്ന് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുണ്ടാകും. നമുക്ക് എന്തായാലും ഒരു 85 ഡയമണ്ട് ആയിരുന്നു, ഒന്ന് ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിമിനൽ റോയിലിൻ്റെ ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഒക്കെ നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് സ്റ്റോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബാൻഡ് കാണാൻ പറ്റും, പിന്നെ ഒരു അവതാർ നൈസ് അവതാറും ബാൻഡൊക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ 3 ബണ്ടിൽസ് കാണാൻ പറ്റും, പർപ്പിൾ ക്രിമിനലും പിന്നെ ബ്ലൂ ക്രിമിനലും പിന്നെ യെല്ലോ ക്രിമിനലും. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൽ ടോക്കൺസ് ഇങ്ങനെ കൂടി കൂടി ഒരു 400, 450, 500. എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു ടോക്കൺ വെച്ചിട്ട് സ്പിന്നും ചെയ്യാം. നമുക്ക് എന്തായാലും 5 ടോക്കൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്ന 2 ടോക്കണാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, 2 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് 4 സ്പിൻ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടോക്കൺസ് കംപ്ലീറ്റ് ആക്കി കളയാം, ടോക്കൺ വൗച്ചർ കംപ്ലീറ്റ് കളയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 3 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് 5. ഓക്കെ, 5 വൗച്ചർ കിട്ടിയിട്ടുണ്ട്, 5 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു വൗച്ചർ കൊണ്ട് സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മൾ വീണ്ടും സ്പിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്രിമിനൽ വണ്ണിൽ കിട്ടുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. ഓക്കെ, എന്നാലും ഒരു ടോക്കൺ മൊത്തം 10 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് സ്പിന്നാണ്. ഓക്കെ, വൗച്ചർ വെച്ചിട്ടുള്ള ലാസ്റ്റ് സ്പിന്നാണ്. ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൊത്തം 11 ടോക്കൺ കിട്ടിയിട്ടുണ്ട് വൗച്ചർ വെച്ചിട്ട്. 5 വൗച്ചറാണ് നമ്മൾ സ്പിൻ ചെയ്യാൻ ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് ഓഫേഴ്സ് ഉണ്ടല്ലോ, ഓഫേഴ്സിൽ നമ്മൾ എന്തായാലും സ്പിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 4 ഡയമണ്ട് ഉള്ളു ഫസ്റ്റ് സ്പിന്നിന്, സിംഗിൾ സ്പിന്നിന്. ഓക്കെ, അപ്പോൾ എന്തായാലും ടോക്കൺ കിട്ടിയിട്ടുണ്ട് 2 ഓക്കെ, പിന്നെ നമുക്ക് 40 വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓഫറിൻ്റെ സ്പിൻ ചെയ്യാം. അപ്പോൾ അതിൽ കാണാൻ പറ്റുന്ന പോലെ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ബണ്ടിൽസ് കിട്ടിയിട്ടില്ല, എന്നാലും 13 ടോക്കൺസാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഷോക്കാണ്. 13 ടോക്കൺസൊക്കെ വെരി വെരി ലോയാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് 200-ൻ്റെ. 16 ടോക്കൺസ്. ഓക്കെ, അപ്പോൾ എന്തായാലും 16 ടോക്കൺസാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല. നമ്മൾ വീണ്ടും 200 സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 28 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഈ സ്പിന്നിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, 28 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ ഒരു ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടായിരിക്കാം, വളരെ പെട്ടെന്ന് തന്നെ കിട്ടി കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. അപ്പോൾ എന്തായാലും 22 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്പിന്നിൽ. അടുത്ത സ്പിൻ എന്തായാലും വേഗത്തിൽ കിടക്കാം. അതൊക്കെ നമ്മൾ സ്പിൻ ചെയ്യാൻ ട്രിക്കൊന്നും യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു ട്രിക്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ എന്തായാലും പറഞ്ഞു തരാം. ഓക്കെ, നമ്മളെന്തായാലും ഒരു പെറ്റ് ഉണ്ടല്ലോ, മറ്റൊരു പെറ്റില്ലേ നമ്മുടെ ഈ ഒരു ലക്ക് കിട്ടുന്ന പെറ്റ്, ആ പെറ്റിനെ വെച്ചിട്ട് പോകാണെങ്കിൽ നിങ്ങൾക്ക് ലക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു പെറ്റിനെ വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, സ്പിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ലക്കിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളിത് സ്പിൻ ചെയ്യാൻ നോക്കുന്നത്. അവർ ചിലരൊക്കെ അങ്ങനത്തെ പെറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒക്കെ ആ പെറ്റിനെ നമ്മൾ എന്തായാലും കാണിച്ചു തരാം, ആ ട്രിക്കും പറഞ്ഞു തന്നല്ലോ. ഒക്കെ അതേപോലെ ചെയ്താൽ മതി. ഇത് ആ പെറ്റിനെ മാത്രം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പോയി സ്പിൻ ചെയ്താൽ മതി, ട്രിക്ക് വേറെ ഒന്നുമില്ല. ആ പെറ്റിനെ മാത്രം എക്യൂപ്പ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാൻ പോവുക. അപ്പോൾ പെറ്റിനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതായത് വീഡിയോയുടെ സ്പിന്നിങ് വീഡിയോ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതായത് നമ്മളിത് ഇപ്പോൾ സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 72 കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു 17 ടോക്കൺസാണ് കിട്ടിയിരിക്കുന്നത് ഓരോ. അപ്പോൾ ഇതൊക്കെ വളരെ ആവറേജ് ടോക്കൺസാണ്. ഓക്കെ, നെക്സ്റ്റ് സ്പിന്നിങ്ങിൽ നമ്മൾ കടന്നിട്ടുണ്ട്. 5, 10, 5 ഒക്കെയാണോ? 2. ഓക്കെ, 2ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 20ആണ്. ഓക്കെ, കുഴപ്പമില്ല. 20ഒക്കെ വെരി ആവറേജ്, ബെലോ ആവറേജ് എന്നല്ല, ഒരു ജസ്റ്റ് ആവറേജ് ആണ്. ഓക്കെ, ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 20-ൻ്റെ 200 സ്പിന്നിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ മൊത്തം 94 സ്പിന്നിങ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കിട്ടിയ 25 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 25ഒക്കെ കുഴപ്പമില്ലാത്തൊരു ടോക്കൺ കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ 25 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്പിന്നിലേക്ക് കിടക്കാൻ പോകുന്നതാണ്. എന്തായാലും വേറെ ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്ന പോലെ ഇതൊക്കെ ഒന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാണ് മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്പിന്നിങ്ങിൽ 16ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആവറേജ്. ഓക്കെ, നെക്സ്റ്റ് ഒരു 200 സ്പിന്നിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് കിട്ടിയാൽ മതിയായിരുന്നു. 5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 കാണാൻ പറ്റും. ഓക്കെ, 22 നൈസാണ്, കുഴപ്പമില്ല. 25, 28, 20-ൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അത് താഴെ കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ സ്പിന്നിങ് ചെയ്താൽ നിങ്ങൾക്ക് ലക്ക് കിട്ടുമോ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 5 വൗച്ചർ വെച്ച് സ്പിൻ ചെയ്യുമ്പോൾ ഇതിലും കിട്ടുമോ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. ഓക്കെ, 5 വൗച്ചറിൽ ഫ്രീ ആയിട്ട് കിട്ടിയത്, അത് വെച്ചിട്ട് എല്ലാവർക്കും കിട്ടുമോ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക. കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നില്ല. ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു അക്കൗണ്ടിലടക്കം, കിട്ടിയിട്ടില്ല. 20 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 20 ബിലോ ആവറേജ് ആണ്. നെക്സ്റ്റ് ഒരു 200 സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 200, 2, 5, 1, 5 അല്ല, അത് 2 ആണ്. ഓക്കെ, 14 വളരെ ഷോക്കാണ്. ഓക്കെ, അതായത് 200 സ്പിൻ നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. 10-ൻ്റെ അടുത്തേക്കൊന്നും പോകണില്ല കേട്ടോ. ചില സ്പിന്നിൽ മാത്രം 10 കിട്ടണല്ലോ. 29. ഓക്കെ, 5 കിട്ടിയിട്ടില്ല, 29 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലക്ക് 29 കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, എന്നാലും 29 ടോക്കൺസ് കിട്ടുകയാണെങ്കിൽ വെറുതെയാണ് 200 സ്പിന്നിന്. നെക്സ്റ്റ് കിട്ടി സംഭവം കിട്ടി. നമുക്ക് എന്തായാലും
ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, കൺഗ്രാജുലേഷൻ കാണിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് എഡിഷൻ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗോൾഡൻ റൂമിലാണ് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന പോലെ അല്ല അയ്യോ എത്ര പറയും 22,000 22,000 സംതിങ് ഉണ്ട്. നമുക്ക് ലക്കിനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും ഒരു പെറ്റിനെ യൂസ് ചെയ്ത് പോയതുകൊണ്ട് ലക്കിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ട്രിക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ 250 സ്പിൻ കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ക്രിമിനൽ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ടോക്കൺസും കുറച്ചധികം കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്പിന്നിങ്ങിൽ തന്നെ. ഓക്കെ, അപ്പോൾ വളരെ ലക്കാണ്. ആ പെറ്റ് വെച്ച് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ട്രിക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് കിട്ടാം. അപ്പോൾ 150ാമത്തെ സ്പിന്നിലാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഗോൾഡൻ കൺമൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ വീണ്ടും സ്പിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺസ് വേണം. ഓക്കെ, നമ്മുടെ എന്തായാലും എക്സ്ചേഞ്ച് സ്റ്റോറിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും സ്പിൻ ചെയ്യാണ്. എന്തായാലും ആ ടൈമിൽ മൊത്തം കാര്യമാക്കാൻ ഒരു തീരുമാനത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 21 ടോക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും തന്നെ വേറെ മറ്റേതിന് കിട്ടുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ മറ്റേ ക്രിമിനൽസിനെയും 2 റൂംസിന് എടുക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. കിട്ടുമോ നോക്കാം. അപ്പോൾ 404 ടോക്കൺസ് ആയിട്ടുണ്ട്. ഈ സ്പിന്നിൽ 22 ടോക്കൺസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ നൈസ് ആയിട്ടുണ്ട്. 2-1 പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടോക്കൺസ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് സ്പിന്നിങ് വീഡിയോ നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സ്പിന്നിൽ എത്രയ്ക്ക് കിട്ടുന്നുണ്ട്, എത്രയ്ക്ക് ഡയമണ്ടിലാണ് നമുക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടണമെന്നും പിന്നെ എത്രാമത്തെ സ്പിന്നിലേക്കാണ് എത്രയ്ക്ക് ടോക്കൺസ് കിട്ടുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാനിട്ട് വേണ്ട നിങ്ങൾ സ്പിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു 19 കിട്ടിയിരിക്കുന്നത് ഈ ഒരു പ്രാവശ്യം. ഓക്കെ, സ്പിൻ ചെയ്തപ്പോൾ അതായത് നമ്മുടെ ഡയമണ്ടൊക്കെ എന്തെങ്കിലും കാര്യം പറയായിട്ടുണ്ട്. നൈസ് 18. ഓക്കെ, ബിലോ ആവറേജ് ആണ്. ഓക്കെ, 18 ടോക്കൺസിനേക്കാളും മേധം ഒരു 25 കിട്ടാണ് പിന്നെയും കുഴപ്പമുണ്ടായില്ല. വെറുതെ ഇതിലെത്ര കിട്ടി 28. ഓക്കെ, നൈസ്. ഓക്കെ, ഈ ഒരു സ്പിന്നിൽ നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ 28 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ടോക്കൺസ് കൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്പിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ 20ൻ്റെ സിംഗിൾ സ്പിന്നാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 20ൻ്റെ സിംഗിൾ സ്പിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിലും 29 കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 200 സ്പിന്നിൽ ഇപ്പോൾ 20ൻ്റെ സിംഗിൾ സ്പിൻ ചെയ്യാൻ പോവാണ് നമ്മൾ 2. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ നൈസായിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സ്പിന്നിലൊക്കെ നമുക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 29 വെച്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ചില സ്പിന്നിങ്ങിൽ മാത്രമേ ഒരു 14-15 കിട്ടുന്നുള്ളൂ, 20ൻ്റെ താഴേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഈ ഒരു അവതാർ ബാനർ കാണാൻ പറ്റും. നൈസായിട്ടുണ്ട്. മറ്റേ അവതാർ ബാനറിലൊക്കെ ചെറിയ എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ബണ്ടിൽസാണ്. ഇതാണ് കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ മഞ്ഞ പിന്നെ നീലയ്ക്ക് 450 ടോക്കൺസാണ് കൊടുക്കേണ്ടത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു 500 ടോക്കൺസ് നമ്മൾ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പർപ്പിളിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് മഞ്ഞ നീല അതിലാണ് കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെടുക്കണം എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു അവതാർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. നമുക്ക് നൈസ് ഒരു അവതാറാണ്. ഓക്കെ, അടിപൊളി അവതാറാണ്. ഇതൊക്കെ റിട്ടേൺ വരാൻ ചാൻസ് റൂൾ കാണുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ചാൻസ് മിസ്സായിന്ന് വെച്ച് കയറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മൾ ഈ ഒരു നീലനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നീലനാണ് നമ്മൾ എടുക്കാണ്ട് ഇത് വെറുത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും മഞ്ഞ പലരിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നീലാണ് എടുത്തത്. ഓക്കെ, അത് കുറച്ച് നൈസായിട്ടുണ്ടായിരുന്നു. മാസമൊക്കെ നൈസാണ്. എന്നാലും മഞ്ഞയാണ് കുറച്ചുകൂടി നല്ലതായിരുന്നത്. പക്ഷേ പലരും എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ബാൻ കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്ന പോലെ നമ്മളൊരു ഗോൾഡൻ ക്രിമിനലിൻ്റെ വാലറ്റിലൊക്കെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എഡിഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മറ്റേ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാർഡില്ലേ ഗെയിമിൽ കയറുമ്പോൾ അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ലുക്ക്. അപ്പോൾ നമ്മൾ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കാണാൻ പറ്റുക. എഫക്റ്റൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് അവിടേക്ക് ഇടിക്കും മാറുമ്പോൾ അതായത് കില്ല് എഫക്റ്റ് കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓടുമ്പോൾ ഇതേപോലെ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിറക്കം മാറി വരുന്നുണ്ട്. അപ്പോൾ കില്ല് എടുക്കുമ്പോൾ നോക്കിയോട്ടെ നിങ്ങൾ തലയുടെ മേലെ ഒരു കിരീടമൊക്കെ വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മഞ്ഞ ടീമിലൊരു കിരീടമൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് കില്ല് എഫക്റ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൈസായിട്ടുണ്ട്. അപ്പം ഓടുമ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടാവും. ബാക്കിൽ നമ്മൾ കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്, എന്നാലും കൊള്ളാം. ഓക്കെ, എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ.